ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നെയ്മീൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ നാടൻ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാനായി ഞാനിവിടെ 600 ഗ്രാം ആവോലി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവോള വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6 അല്ലി വെളുത്തുള്ളി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇഞ്ചിയെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കണം വെളുത്തുള്ളി എടുക്കുന്നത്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി വേണം. ഇനി ഞാനിവിടെ ഒരു 3-4 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ മീൻകറി ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 3/4 കപ്പ് ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2.5 കപ്പ് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കേരള സ്റ്റൈൽ മീൻകറിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി നമ്മൾക്ക് ചേർക്കാം. കടുക് ഉലുവയെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊന്നും ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, നന്നായി ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടണം. അതിനുശേഷം മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കറിക്ക് ചെറിയൊരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. മല്ലിപ്പൊടി അധികമാവരുത്. അതുപോലെ തന്നെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എനിക്കിവിടെ മീൻ വേവാനായി കുറച്ചുകൂടി ഗ്രേവി ആവശ്യമാണ്. അതിനായി ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചെറുതായി ഒന്ന് മീൻ പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. മീൻ കഷ്ണങ്ങളൊന്നും പൊടിയാതെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക.
ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒരു തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.